നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 787ലേക്ക്. ചെമ്പട ഇത് ചെമ്പട എന്ന് കട്ടസഖാക്കൾ മുഷ്ടി ചുരുട്ടി ആർത്തുവിളിച്ചത് വെറുതെയല്ല. ശബരിമലയിലെ സ്വർണമൊക്കെയും ചെമ്പായി, കട്ടതൊക്കെയും സഖാക്കളുമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കവർച്ച സർക്കാർ അറിവോടെയെന്ന് തെളിയുന്നു. കടത്ത് 2019 സന്നിധാനത്ത് വൻ സുരക്ഷയുള്ളപ്പോൾ പോലീസിന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് പോറ്റിയുടെ മലകയറ്റമെന്നും വ്യക്തമാകുന്നു. ശബരിമല സ്പോൺസർ എന്ന തലപ്പൊക്കത്തിലാണ് മുഖ്യമന്ത്രി വരെ കാതിൽ കുശലം പറയുന്നത്ര പ്രമുഖനായി പോറ്റി വളർന്നത്. ഈ വാർത്തയിൽ കൂടുതൽ പറയാൻ ആർ രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, എല്ലാം പോലീസിന്റെ സർക്കാരിന്റെ അനുമതിയോടെയെന്ന് വ്യക്തമാകുന്നു. കൃഷ്ണരാജ്, തീർച്ചയായും 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ വിധി വരുന്നത് 2018 സെപ്റ്റംബറിലാണ്. അതിനുശേഷം നമുക്കറിയാം, ശബരിമലയിൽ സമാനതകളില്ലാത്ത പോലീസ് വിന്യാസമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. 2018 ആയാലും 2019 ആയാലും വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടായിരുന്നു സർക്കാർ മുന്നോട്ട് പോയത്. ആ സമയത്ത് ശബരിമലയിലേക്ക് ആരെങ്കിലും എത്തണമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് 2019 മാർച്ചിലാണ്. ആദ്യം അവിടെ നിന്ന് കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നത് 2019 മാർച്ചിലാണ്. തുടർന്ന് 2019 ജൂലൈയിലാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. അതായത് അവിടെ സ്വർണ്ണക്കടത്ത് വ്യാപകമായി നടക്കുന്നത് പോലീസിന്റെ വൻ സുരക്ഷ ഉള്ളപ്പോൾ തന്നെയാണ് എന്നത് ഇതിലൂടെ വ്യക്തമാണ്. കാരണം ആ സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ അവിടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നു. അവരായിരുന്നു ഈ പോലീസ് വിന്യാസത്തിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല, പോലീസ് അറിയാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് 2 ഇന്റലിജൻസ് ഡിവൈഎസ്പിമാർക്ക് ചുമതല സംസ്ഥാന സർക്കാർ അവിടെ നൽകിയിരുന്നു. പമ്പയിലും സന്നിധാനത്തുമാണ് ഇന്റലിജൻസ് ഡിവൈഎസ്പിമാർക്ക് സുരക്ഷാ ചുമതല നൽകിയിരുന്നത്. ഇവർ കൃത്യമായി എല്ലാ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ ശബരിമലയിൽ എന്ത് നടന്നാലും സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാം എന്ന് വളരെ വ്യക്തമാണ്. ഇത് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ച ശേഷമാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നതും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. ഏതായാലും അത്രത്തോളം സുരക്ഷയും അത്രത്തോളം പോലീസ് വിന്യാസവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുകയാണ്. ഈ സ്വർണ്ണക്കട്ടിളകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തുന്നു. അതിനുമുമ്പ് ഈ വാതിലിൻ്റെ അളവ് പരിശോധിക്കാൻ വേണ്ടി തൃശ്ശൂരുള്ള ഒരു വ്യക്തിയുമായി എത്തുന്നു. ഇതിനൊക്കെ അനുവാദം ചോദിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പോലീസ് പരിശോധിക്കുകയും അനുമതി നൽകുകയും ചെയ്തതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നത്. അതായത് എല്ലാ തലത്തിലുള്ള അനുമതിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. തുടർന്നാണ് ഇത്ര വലിയൊരു ഗൂഢാലോചന ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മാത്രമല്ല, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ സ്പോൺസർ എന്ന രീതിയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പല ചടങ്ങുകളിലും, അദ്ദേഹം സംഘടിപ്പിച്ച പല ചടങ്ങുകളിലും പങ്കെടുത്തത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായുള്ള അടുപ്പം തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ആ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം പുലർത്തുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2025 ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. 2019 നടന്ന സ്വർണ്ണക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ പിന്നെയും 2025 വരെ ആ ബന്ധം തുടർന്നിരുന്നു. 2025 ജൂലൈയിലാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ റവാഡ ചന്ദ്രശേഖരനെ ഉൾപ്പെടെ ആ ചിത്രത്തിൽ കാണാൻ കഴിയും. അതായത് ആ അല്ലെങ്കിൽ തന്നെ തെളിവുകളുണ്ടല്ലോ. പോലീസ് വാഹനം വാങ്ങാൻ ഇടനില നിൽക്കുന്നു. ഈ ഒരു സെൽഫി എടുക്കാൻ ഒരാൾ അടുത്തേക്ക് എത്തിയാൽ അതൊരു കുട്ടിയാണെങ്കിൽ പോലും കൈതട്ടി മാറ്റുന്ന മുഖ്യമന്ത്രി എത്രയോ കാലത്തെ അടുപ്പമുള്ള ഒരാളെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാതിൽ കുശലം പറയുന്ന ചിത്രങ്ങൾ വരെ വരുന്നു. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള സ്വാധീനം വളരെ വ്യക്തമല്ലേ? തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഭരണതലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അത് തന്നെയാണ് കൃഷ്ണരാജ് ഞാൻ പറഞ്ഞു വന്നത്. 2018 അല്ലെങ്കിൽ 2019 ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ കാലയളവിൽ മാത്രമായി ഇത് ഒതുങ്ങുന്നില്ല. അതായത് 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന് ശേഷമാണ് വീണ്ടും 2020
2025 ഈ ചെമ്പ് തെളിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വീണ്ടും ഇതുമായി പോകുന്നത്. അപ്പോൾ ഈ കൃത്യമായ ഗൂഢാലോചന തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം. എന്നാൽ അതിനൊന്നും ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായില്ല എന്ന വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെയോ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരവും പോക്കുമെല്ലാം പോലീസിന്റെയും സർക്കാരിന്റെയും ഒക്കെ അറിവോടെയാണ് എന്ന് വ്യക്തമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്. തലസ്ഥാനത്ത് പ്രതിഷേധ കടലിരമ്പമാണ്. സ്വർണ്ണക്കവർച്ചയിൽ ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവും സെക്രട്ടേറിയറ്റ് നടയിൽ ധർണയിരുന്നു. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് ആഹ്വാനം. പത്മനാഭസ്വാമി ക്ഷേത്ര മാതൃകയിൽ ഭരണ സംവിധാനം വേണം. ക്ഷേത്രമോചനത്തിന് അയ്യപ്പ ഭക്തർ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്നും ഹൈന്ദവ സംഘടനകളുടെ പ്രഖ്യാപനം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണ അക്ഷരാർത്ഥത്തിൽ ക്ഷേത്ര വിമോചനത്തിനുള്ള വിളംബര സന്ദേശമായി. ഇവിടെ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ പുറത്ത് ഭക്തജനങ്ങൾ നടത്തുന്നില്ലേ? ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അഴിമതി നടന്നു എന്ന് ആരെങ്കിലും വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ മതി ദേവസ്വം ബോർഡ് കടന്നു വരാൻ. ആ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം പിടിച്ചെടുക്കാൻ അഴിമതി നിങ്ങൾ കാരണമായി പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമിതി ചെയ്തിട്ടില്ല, അവരെ പിരിച്ചുവിട്ട് അടുത്ത ടീമിന് കൊടുക്കല്ലേ വേണ്ടത്? ആ ക്ഷേത്രം ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കാൻ. കാരണം വരുമാനമുള്ളതേ വേണ്ടു. വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ പുറകെ ഇതുവരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് തിരുവാഭരണം ചോദിച്ചിരിക്കുന്നത്? അതുകൂടെ കയ്യിൽ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി മോൾഡ് ഉണ്ടാക്കി വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ വെക്കുക. ആരും ഇതിന്റെ മാറ്റമൊന്നും നോക്കില്ലേ? ഭഗവാന് ചാർത്തി കൊടുക്കുമ്പോ ഭഗവാന്റെ തങ്കയങ്കിയുടെ ഒക്കെ അവസ്ഥ എന്താന്ന് ഭഗവാൻ അറിയായിരിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഹൈന്ദവ സമൂഹം നടത്തുന്നത് ക്ഷേത്ര വിമോചന സമരമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച പോലെയാണ്. 25,000 ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി, 3,000 ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി, 5,000 ഏക്കർ നമ്മുടെ കൊടൽമാണിക്യം ദേവസ്വത്തിന് പോയി, ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ്. ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കിടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ അയ്യപ്പ ഭക്തർ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിന് പകരം പത്മനാഭസ്വാമി ക്ഷേത്ര മാതൃകയിൽ ഭക്തജന പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സുപ്രീം കോടതി നിയോഗിച്ച പോലെ കമ്മിറ്റി, പക്ഷെ അതിൽ തീർച്ചയായിട്ടും സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ വരണം. കൂടാതെ ഭക്തജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് തീർച്ചയായിട്ടും വേണം. ഇനിയും ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഒരു തരത്തിലും ഒരു ക്ഷേത്രഭരണം നടക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ക്ഷേത്രഭരണത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം നടത്തണമെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. சாதாரண ஒரு விஷயம் அல்ல. ஐயப்பன் கேரளத்திற்கு மட்டும் சொந்தமானவர் இல்லை, எங்கள் குடும்ப தெய்வம். இன்னைக்கு அவருடைய உடம்பில் இருக்கக்கூடிய அவருடைய அந்த சொர்ணம் களவாடப்பட்டிருக்கிறது என்று சொன்னால் அதற்கு பதில் சொல்ல வேண்டியது இந்த முதலமைச்சர் பினராயி விஜயன் அவருடைய கடமை. வெள்ளை அறிக்கை அவர்கள் கொடுத்தாக வேண்டும், அதற்கான பொறுப்பினை அவர்கள் ஏற்றாக வேண்டும். SIT ஒன்று போட்டிருக்க ஹைகோர்ட்டினுடைய இதெல்லாம் எனக்கு திருப்தி கிடையாது. நீங்க கேரளத்தில் நீங்க என்ன நினைக்கிறீங்களோ, ஐ எம் நாட் அட் ஆல் சாட்டிஸ்ஃபைட் வித் தி SIT ஃபார்ம்டு பை தி கோர்ட். വിസാരിക്ക வேண்டும். വെള്ളിമല വിവേകാനന്ദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ ചൈതന്യാനന്ദജി മഹാരാജ് സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. പന്തളം കൊട്ടാരം മുൻ സെക്രട്ടറി നാരായണവർമ്മയായിരുന്നു അധ്യക്ഷൻ. അയ്യപ്പ സേവാ സമാജം നേതാവ് വിശ്വംബാപ്പ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ GK സുരേഷ് ബാബു, വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ധർണയിൽ അണിനിരന്നു. ജനം, തിരുവനന്തപുരം. ശബരിമലയിൽ എല്ലാം ഭംഗിയായി നടന്നുവെന്ന് പറയുന്നവർ സ്വർണ്ണക്കടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. കട്ടതെല്ലാം മാർക്സിസ്റ്റുകാരാണെന്നും തില്ലങ്കേരി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്കെതിരെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം എംപ്ലോയീസ് സംഘം സംഘടിപ്പിച്ച ധർണയിൽ സംസാരിക്കുകയായിരുന്നു വത്സൻ തില്ലങ്കേരി. കഴിഞ്ഞ
കഴിഞ്ഞ സീസണിൽ എല്ലാം ഭംഗിയായി നടന്നു, അത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ ആളുകൾ ഈ കട്ടുകൊണ്ടവന്റെ ഉത്തരവാദിത്വം എന്താ ഏറ്റെടുക്കാത്തത്? ഈ പോയിന്റിന്റെ ഉത്തരവാദിത്വം അത് വേറെ ഓർക്കാവൂലും. അപ്പൊ മേനി നടിക്കാൻ ആള് മുമ്പിലുണ്ട്. പക്ഷെ ഈ ചെയ്ത ഈ കെടുകാര്യസ്ഥതയുടെയും കൊള്ളയുടെയും ഉത്തരവാദിത്വം ആർക്കുമില്ല. അപ്പൊ അവർ പറയാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയാണ്, എന്റെ മുമ്പിലത്തെ പ്രസിഡന്റ് പോലെ അങ്ങോട്ടാണ് കട്ടതെന്ന്. അദ്ദേഹത്തിനിടയ്ക്ക് അദ്ദേഹം പറയാണ്, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെയാണ് ഞാൻ, അതിനു മുമ്പാണ് കട്ടതെന്ന്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കട്ടതെല്ലാം മാർക്സിസ്റ്റുകാരാണ്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പാക് അഫ്ഗാൻ സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ. ഖത്തർ, സൗദി അറേബ്യ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ധാരണ. പാക് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാർ നാളെ ചർച്ച നടത്തും. വിവരങ്ങളുമായി ഐസൻ ജോസഫൻ ചേരും. ഐസൻ, ഇന്നും വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അവർ തിരിച്ചടിച്ചു, ഭീകരരെ കൊലപ്പെടുത്തി. ഇപ്പോൾ ധാരണയായിരിക്കുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ഇപ്പോൾ ധാരണയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. 48 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു വെടിനിർത്തലിനുള്ള ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 48 മണിക്കൂർ വെടിനിർത്തൽ ധാരണ നടക്കുന്ന സമയത്ത്, താൽക്കാലിക വെടിനിർത്തൽ ധാരണ നടപ്പാകുന്ന സമയത്ത് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഖത്തറിൻ്റെയും സൗദി അറേബ്യയുടെയും ഒരു മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അറിയിച്ചതുപോലെ ഖത്തറും അതുപോലെ തന്നെ സൗദി അറേബ്യയും പാകിസ്ഥാനാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തത്. അതായത് അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ സമീപിച്ചു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വെടിനിർത്തൽ 48 മണിക്കൂർ നേരത്തേക്ക്, 24 മണിക്കൂർ 48 മണിക്കൂർ എന്ന് പറയുന്ന 2 ദിവസത്തേക്ക് വെടിനിർത്തൽ ധാരണ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണയുടെ കാലയളവിലായിരിക്കും തുടർ ചർച്ചകൾ നടക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഈ വിഷയത്തിൽ വിവിധ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിൽ 58ഓളം പാക് പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, മൊത്തം 58ഓളം പാക് പട്ടാളക്കാർ ദിവസങ്ങളായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ തിരിച്ചുള്ള ഒരു ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ 12ഓളം സിവിലിയന്മാർക്ക് മരണം സംഭവിച്ചതും അതുപോലെ തന്നെ 100ഓളം പേർ ഗുരുതരമായ പരിക്കേറ്റൊരു സാഹചര്യം ഉണ്ടായ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്, അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഭാരതം സന്ദർശിച്ച ആ ദിവസം തന്നെയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. അവിടെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ചില മേഖലകളിൽ പാകിസ്ഥാൻ നടത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഈ സംഘർഷമുണ്ടായതും ശക്തമായ സൈനിക നീക്കം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും പിടിച്ചെടുക്കുന്ന അത്രയും ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് അഫ്ഗാനിസ്ഥാൻ. ഏതായാലും പാക് അഫ്ഗാൻ അതിർത്തിയിൽ 48 മണിക്കൂർ വെടിനിർത്തൽ ധാരണ വരുന്നു. ആ 48 മണിക്കൂറിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ തുടർ ചർച്ചകൾ നടത്താനാണ് തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. ഒന്നിലേറെ ഭാഷകൾ അറിയുന്നതോ പഠിക്കുന്നതോ നല്ലതല്ലേ സർ? എന്നിട്ടാണോ സ്റ്റാലിൻ ഈ ഹിന്ദി നിരോധന നീക്കം? തമിഴ്നാട്ടിൽ ഹിന്ദി സിനിമകളുടെ പ്രദർശനവും ഹിന്ദി പരസ്യ ഹോർഡിങ്ങുകളും ബോർഡുകളും നിരോധിക്കുന്ന ബിൽ നിയമസഭയുടെ അവസാന ദിവസം അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് തമിഴും ഇംഗ്ലീഷും മതിയത്രേ. ഹിന്ദി ഭാഷയെ പൂർണ്ണമായും നിരോധിക്കാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് തമിഴ് സിനിമയും പരസ്യങ്ങളും പാട്ടുകളും ബോർഡുകളും ഉൾപ്പെടെ നിരോധിക്കുന്നതിനുള്ള ബില്ല് നിയമസഭയുടെ അവസാന ദിനം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹിന്ദി നിരോധനത്തിന് നിയമനിർമ്മാണം നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ നയം നടപ്പിലാക്കുന്നതും DMK സർക്കാർ എതിർത്തിരുന്നു. വിദ്യാഭ്യാസവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് ഹിന്ദി ആവശ്യമില്ലെന്ന നിലപാടിലാണ് തമിഴ്നാട് സർക്കാർ. വൈവിധ്യത്തിലും ഏകത നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു ഭാഷയെ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തുന്നത് പരിഹാസ്യമാണെന്നും അനാവശ്യ പ്രാദേശികവാദം ഉയർത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് സ്റ്റാലിനും DMKയും ശ്രമിക്കുന്നതെന്നും BJP കുറ്റപ്പെടുത്തി. ഈ വർഷം ആദ്യം സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി തമിഴ് ചിഹ്നം ഉപയോഗിച്ചതും വിവാദമായിരുന്നു. ജനം, ഡൽഹി. സ്കൂൾ കുട്ടി വേറെ ശിവൻകുട്ടി വേറെ എന്ന് ഓർമ്മ വേണം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ തലയിട്ട് നാണം കെട്ട് വിദ്യാഭ്യാസ മന്ത്രി. വർഗീയത കുത്തിയിളക്കി ആളാവാൻ നോക്കിയതാണ്. ശിരോവസ്ത്രം മതവിശ്വാസ ഭാഗമെന്ന മന്ത്രിയുടെ പ്രതികരണത്തിൽ സഭകൾ വിമർശനം കനപ്പിച്ചപ്പോഴാണ് മന്ത്രിയുടെ യു ടേൺ. എല്ലാം
പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും സമവായമായെങ്കിൽ നല്ലതെന്നും പറഞ്ഞ് തടിയൂരാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രമം. കൊച്ചിയിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി ഇടപെടലോടെ അസ്തമിച്ചിരുന്നു. സ്കൂളിലെ ഡ്രസ് കോഡ് പാലിക്കണമെന്ന കോടതി വിധിക്ക് അനുസരിച്ച് വിദ്യാർത്ഥിനിയുടെ കുടുംബവും കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റിയതോടെയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയതോടെ വിവാദം വീണ്ടും സജീവമായി. ഹിജാബ് ധരിക്കാൻ വിദ്യാർത്ഥിനിയെ അനുവദിക്കണമെന്നും ശിരോവസ്ത്രം മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ്. വിവാദം വർഗീയമായി വളർത്താൻ SDPI ഉയർത്തിയ അതേ വാദങ്ങൾ തന്നെയാണ് മന്ത്രിയും ആവർത്തിച്ചത്. ഫലത്തിൽ സ്കൂൾ അച്ചടക്കത്തിന്റെ പരിധിക്കുള്ളിൽ അവസാനിച്ച വിഷയം മതവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയാകുവാനുള്ള സാഹചര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഒരുക്കിയത്. മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ ABVPയും സ്കൂൾ മാനേജ്മെന്റും രംഗത്ത് വന്നു. സമന്വയത്തിൽ അവസാനിച്ച വിവാദം വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിച്ച മന്ത്രിക്കെതിരെ നവമാധ്യമങ്ങളിലും വിമർശനം ശക്തമായിരുന്നു. പിന്നാലെയാണ് ശിവൻകുട്ടി വീണ്ടും നിലപാട് മാറ്റിയത്. ഒത്തുതീർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ഒരു ശാന്തമായി പോകുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെൻറ് അതിലിടപെടും. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല. അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ. അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല. അതിൽ നിന്ന് ഗവൺമെൻറ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അല്ലാതെ ഒരു കടുത്ത നടപടിയിലെത്തിക്കും പോകുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരെയും ചുമതലപ്പെടുത്തിയില്ല. ജനം, തിരുവനന്തപുരം. എന്തു പ്രഹസനമാണ് സജി, എന്നോടോ ബാല. സിനിമാ ഡയലോഗ് പോലെ അത്രയും ലളിതമല്ലാത്ത മട്ടിൽ സജി ചെറിയാനെയും AK ബാലനെയും വിമർശിച്ച് G സുധാകരൻ. സജി തന്നെ ഉപദേശിക്കാനായിട്ടില്ല, അതിനുള്ള പ്രായവും പക്വതയുമായിട്ടില്ല, സംഘടനാ ശൈലിയും തന്നോളമാവില്ല. സൂക്ഷിച്ച് സംസാരിക്കണമെന്നും മന്ത്രിക്കെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്നും മുൻ മന്ത്രി ആഞ്ഞടിച്ചു. AK ബാലൻ തന്നെ ഡ്രാക്കുളയെന്ന് വിളിച്ചെന്നാവർത്തിച്ചു G സുധാകരൻ. ഒന്നും പറയാനില്ലെന്ന് സജി ചെറിയാന്റെ മറുപടി. പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കും വിധം ഒന്നും പുറത്തു പറയരുതെന്ന് AK ബാലൻ. ജനം വിലയിരുത്തട്ടെ എന്ന് H സലാം. G സുധാകരനെ അധിക്ഷേപിച്ചവരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. വീണ്ടും വിജയിച്ച് ജനം TV നിലപാട്. കട്ടിംഗ് സൗത്തിൽ ജനം നൽകിയ വാർത്തകൾക്കെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. വിഘടനവാദികൾക്ക് കനത്ത തിരിച്ചടിയായി കോടതി നിരീക്ഷണങ്ങൾ. കട്ടിംഗ് സൗത്ത് വിഘടനവാദ ആശയവും ധന്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കും ജനം TV വാർത്തകളിലൂടെ തുറന്നു കാട്ടിയിരുന്നു. ഭാരതത്തെ ദക്ഷിണ ഉത്തര മേഖലകളായി തിരിക്കാനും ജനങ്ങളുടെ മനസ്സിൽ വേർതിരിവുണ്ടാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ കട്ടിംഗ് സൗത്ത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ജനം TVക്കെതിരെ നൽകിയ കേസാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ജനം TV നൽകിയ വാർത്തയ്ക്കെതിരെ ദ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ഇൻ ചീഫ് ധന്യ രാജേന്ദ്രനാണ് കേസ് ഫയൽ ചെയ്തത്. കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയത്. യഥാർത്ഥത്തിൽ ഒരു വിഭജനത്തിൻ്റെ ഒരു കാഹളം പോലെ ഒരു പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ അവർ അവിടെ നടത്തിയത്. അപ്പോൾ അതിനെതിരെ ജനം TVയും അതേപോലെ ജന്മഭൂമിയും വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. സത്യസന്ധമായ വാർത്തയാണ് അവർ കൊടുത്തത്. അതിനെതിരെ ധന്യ രാജേന്ദ്രൻ ഡൽഹി ഹൈക്കോടതിയിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തൊരു കേസായിരുന്നു ഇത്. കേസ് റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹർജി കൊടുത്തു. ആ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. അതുപ്രകാരം ഇന്ന് കേസ് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് പുരുഷേന്ദ്രകുമാർ കൗരവ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ദക്ഷിണ ഭാരതത്തെ ഭൂപടത്തിൽ വ്യത്യസ്തമായി കാണിച്ചുകൊണ്ട് വിഘടനവാദ സ്വഭാവത്തോടെ കൊച്ചിയിൽ നടത്തിയ പരിപാടിയുടെ ഉള്ളടക്കം തുറന്നു കാണിച്ചുകൊണ്ട് ജനം TVയും ജന്മഭൂമിയും വാർത്തകൾ നൽകിയിരുന്നു. ജനം, ഡൽഹി. നമ്മളിവിടെ സ്വർണ്ണവിലയും സ്വർണ്ണ കവർച്ചയും പറഞ്ഞിരിക്കുമ്പോൾ അങ്ങ് റിയാദിൽ സ്വർണ്ണ കുപ്പായമാണ് ചർച്ചാ വിഷയം. തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വിലയേറിയ സ്വർണ്ണ വസ്ത്രത്തിൻ്റെ തിളക്കം ഗിന്നസ് റെക്കോർഡ് പുസ്തകത്തിൽ കയറിയിരിപ്പാണ്. അൽ റൊമൈസാൻ ഗോൾഡ് ആൻഡ് ജ്വല്ലറി നിർമ്മിച്ച ഈ പൊന്നു കുപ്പായത്തിന് $10,88,000 വില. കണ്ണഞ്ചിപ്പിക്കുന്ന ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 പൂർണ്ണമാകുന്നു. നമസ്തേ. എന്റെ പൊന്നെ, ഇതെങ്ങോട്ടാ?
ഫാഷൻ ലോകത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആവുകയാണ് റിയാദിൽ തനി തങ്കം കൊണ്ട് നിർമ്മിച്ച ഒരടിപൊളി കുപ്പായം. പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഈ വസ്ത്രത്തിന്റെ വില കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടും. അൽ റൊമൈസാൻ ഗോൾഡ് ആൻഡ് ജ്വല്ലറി നിർമ്മിച്ച ഈ വസ്ത്രത്തിന്റെ വില $10,88,000, അതായത് ഏകദേശം 9.5 കോടി രൂപ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ്ണവസ്ത്രം എന്ന വിശേഷണത്തോടെ വിപണിയിൽ അവതരിപ്പിച്ച ഈ വസ്ത്രം ഇപ്പോൾ ഗിന്നസ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വസ്ത്രത്തിനോടൊപ്പം അവതരിപ്പിച്ച സ്വർണ്ണ കിരീടവും സ്വർണ്ണ കമ്മലും ഏറെ ശ്രദ്ധയും നേടുന്നുണ്ട്. എമിറാത്തി പൈതൃകം വിളിച്ചൊത്തുന്ന ഈ വസ്ത്രത്തിൽ വ്യത്യസ്തമായ കരകൗശല വൈദഗ്ധ്യവും കാണാൻ സാധിക്കും. വസ്ത്രത്തിന്റെ മൂല്യം കൊണ്ട് മാത്രമല്ല ഭാരം കൊണ്ടും ഈ വസ്ത്രം ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ഈ വസ്ത്രം 1270.5 ഗ്രാം 21 കാരറ്റ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വസ്ത്രത്തിന്റെ ആകെ ഭാരം 8810.7 ഗ്രാം ആണ്, അതായത് 1101.3375 പവനാണ് ഈ സ്വർണത്തിന്റെ ആകെ ഭാരം. ന്യൂസ് ഡെസ്ക്, ജനം.